അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറ്റവും സ്നേഹബഹുമാനാദരവുകൾ നിറഞ്ഞ നല്ലവരായ ദീനി സ്നേഹികളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നന്മയുടെ പക്ഷം ചേർന്ന് നിൽക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. നല്ലത് പറയാനും ചിന്തിക്കാനും പ്രവർത്തിക്കാനും അള്ളാഹു തആല നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എൻ്റെ പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ഈ ആധുനിക കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ ഇന്ന് ലോകം മുഴുവനും നമ്മുടെ കൈവെള്ളയിലേക്ക് കൊണ്ടുവരാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാവിധ കാര്യങ്ങളും നമുക്ക് നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ നിന്ന് അറിയാൻ, ലോകത്തിൻ്റെ പല ദിക്കുകളിൽ നടക്കുന്ന പല കാര്യങ്ങളും അറിയാൻ ഇന്ന് നമ്മളെ കൊണ്ട് കഴിയുന്നുണ്ട്. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും തന്ന വലിയ ഒരു അനുഗ്രഹമാണ്. ഇന്ന് നമുക്ക് നമ്മുടെ സോഷ്യൽ മീഡിയ യുഗം ഇന്ന് വളർന്നുകൊണ്ടിരിക്കുകയാണ്. പല രൂപത്തിൽ ദീനി ദഅവത്ത് വരെ, ദീനിൻ്റെ കാര്യങ്ങൾ വരെ എൻ്റെ പ്രിയമുള്ളവരെ ഇന്ന് നമുക്കതിലൂടെ ചർച്ച ചെയ്യാനും അതിൻ്റെ വിശദ വിവരങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ഇന്ന് നമ്മളെ കൊണ്ട് കഴിയുകയാണ്. നമ്മളൊക്കെ പല ആവശ്യങ്ങൾക്ക് വേണ്ടി, പല കാര്യങ്ങൾക്ക് വേണ്ടി ഇന്ന് നമ്മളൊക്കെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണ്. ഇന്ന് അത് പല രൂപത്തിൽ ആളുകൾ ഉപയോഗിച്ചു തുടങ്ങി. നന്മയ്ക്കും അതേപോലെ തന്നെ തിന്മ പ്രചരിപ്പിക്കുന്നതിനും ഇന്ന് സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ വഴിയാകുന്നു എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ ആ സോഷ്യൽ മീഡിയയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ചയാക്കപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട് എൻ്റെ പ്രിയമുള്ളവരെ. സുനിത വില്യംസ് ബഹിരാകാശത്ത് പോയി വന്ന കാര്യം നമ്മളെല്ലാവരും അറിഞ്ഞു. അവിടെ നടന്ന ഒരുപാട് അത്ഭുതങ്ങൾ ഇന്ന് സോഷ്യൽ മീഡിയയോട്, മാധ്യമങ്ങളോട് അവർ പറയുന്ന കാഴ്ചകളും ഒരുപാട് കേൾവികളും നമ്മിലേക്ക് എത്തപ്പെട്ടു എൻ്റെ പ്രിയമുള്ളവരെ. എന്നാൽ അതിൻ്റെ കൂടെ തന്നെ ഇന്ന് നടക്കുന്ന ഒരു വലിയ ചർച്ചയുണ്ട്. സുനിത വില്യംസ് ബഹിരാകാശത്ത് വെച്ച് നോമ്പെടുത്തു എന്നും ഇസ്ലാമിൻ്റെ ആശയങ്ങളെക്കുറിച്ചുള്ള ഒരു കുറിപ്പുമായി ഇന്ന് ആരൊക്കെയോ പുറത്തു വന്നിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ആ ഒരു കുറിപ്പ് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അത്ഭുതപ്പെട്ടു പോകുന്ന രൂപത്തിലാണ്. ഒരിക്കലും ഇതിനെക്കുറിച്ച് യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയാത്ത ആളുകൾ ഒരിക്കലും തന്നെ അത് ഫേക്കാണ് എന്ന് ചിന്തിക്കാൻ കഴിയാത്ത രൂപത്തിലാണ് എൻ്റെ പ്രിയമുള്ളവരെ എഴുതി പിടിപ്പിച്ചിട്ടുള്ളത്. ഇന്ന് ട്രെൻഡിൻ്റെ കൂടെ ആളുകൾ ഇന്ന് കടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഒരു ട്രെൻഡ്, ഒരു സെലിബ്രിറ്റി ആയിട്ട് നിൽക്കുന്ന ഒരാൾ, അയാളെക്കുറിച്ച് പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ അല്ലെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ച് ഒന്ന് എഴുതിയാൽ, എന്തെങ്കിലും ചെയ്താൽ വളരെ പെട്ടെന്ന് തന്നെ മറ്റുള്ളവരിലേക്ക് എത്തുകയും അത് വൈറലാകുകയും ആളുകൾ ഏറ്റെടുക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഇന്നുള്ളത്. എന്തിനും ഇന്ന് ആളുകൾ തേടിപ്പിടിക്കുന്ന ട്രെൻഡാണ്. ട്രെൻഡിൻ്റെ കൂടെ നീങ്ങിയാൽ എല്ലാത്തിനും റീച്ച് കിട്ടുന്ന, എല്ലാത്തിനും സപ്പോർട്ട് കിട്ടുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. നമുക്ക് സുനിത വില്യംസിനെ കുറിച്ച് എന്താണ് ആ എഴുതപ്പെട്ടത് എന്ന് നമുക്കൊന്ന് വായിച്ചു നോക്കാം. അൽഹംദുലില്ലാഹ്. സുനിത വില്യംസിൻ്റെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. ഒരാഴ്ചത്തെ ദൗത്യവുമായി ബഹിരാകാശത്ത് പോയ സുനിത 9 മാസം അവിടെ തങ്ങി തിരിച്ചു വന്നപ്പോൾ പത്രക്കാരോട് പറഞ്ഞത്, ലോകത്ത് ഇപ്പോൾ ചർച്ചാ വിഷയം ആയിരിക്കുകയാണ്. ഞാൻ ബഹിരാകാശത്ത് കുടുങ്ങിയത് ദൈവനിശ്ചയപ്രകാരമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. 20 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ മരണം മുന്നിൽ കണ്ടതുപോലെ ആയിരുന്നു ജീവിച്ചത്. സ്റ്റോർ ചെയ്ത ഭക്ഷണവും വെള്ളവും തീരാനായി. ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ചിന്തിച്ചപ്പോൾ ആണ് മുസ്ലിമീങ്ങളുടെ റംസാൻ നോമ്പിനെ കുറിച്ച് ഓർമ്മ വന്നത്. അന്നു മുതൽ ഞാൻ വൈകുന്നേരം കുറച്ച് ഭക്ഷണവും വെള്ളവും കുടിക്കും, പിന്നെ രാവിലെ കുറച്ച് വെള്ളവും. 1 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല ആരോഗ്യവും ഉന്മേഷവും തോന്നി. എനിക്ക് കുറച്ച് അധികം നാൾ പിടിച്ചു നിൽക്കാൻ സാധിക്കും എന്നും എനിക്ക് മനസ്സിലായി. മരണത്തെയും കാത്ത് ഇരിക്കുന്ന ഞാൻ ഒരു ദിവസം ബൈബിൾ വായിക്കാമെന്ന് കരുതി. കമ്പ്യൂട്ടർ തുറന്നു. മുമ്പ് പലതവണ വായിച്ചത് ആയതുകൊണ്ട് എനിക്കൊരു പേജ് വായിച്ചപ്പോൾ തന്നെ ബോറടിച്ചു. അപ്പോഴാണ് എൻ്റെ മനസ്സിൽ ഇനി ഖുർആൻ വായിക്കാം എന്ന് തോന്നിയത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് അത് ഏതോ ശക്തി എന്നിൽ തോന്നിപ്പിച്ചു എന്നതാണ്. അത് ഞാൻ ഡൗൺലോഡ് ചെയ്തു, ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ചെയ്തു, വായന തുടങ്ങി. 10-15 പേജ് വായിച്ചപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അതിലെ ഭ്രൂണശാസ്ത്രവും ആഴക്കടലിനെക്കുറിച്ചും ആകാശത്തെക്കുറിച്ചും പറയുന്നത് ഇറ്റ് വാസ് അമേസിങ്. ഇത് ലോകത്തോട് വിളിച്ചു പറയണം എന്ന് എനിക്ക് തോന്നി. ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ സൂര്യൻ ചെളിക്കുണ്ടിൽ താവുന്നത് പോലെയാണ് തോന്നുക. ചിലപ്പോൾ മുകളിൽ നിന്ന് ചില ശബ്ദങ്ങൾ കേൾക്കാം, മന്ത്രങ്ങൾ ഉരുവിടുന്നത് പോലെ. എനിക്ക് തോന്നിയത് അത് അറബി ഭാഷ പോലെയാണ്. എൻ്റെ സഹയാത്രികൻ പറഞ്ഞത് ദിവസവും ഖുർആൻ വായിക്കുന്നത് കൊണ്ട് തോന്നിയത്. അതിനുശേഷം ഞാൻ ഖുർആൻ ഗഹനമായി വായിക്കാൻ തീരുമാനിച്ചു. തഫ്സീറുകൾ ഡൗൺലോഡ് ചെയ്തു. ഇറ്റ് വാസ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ്. ഇത് ഞാൻ എലോൺ മസ്കിനെ അപ്പോൾ തന്നെ വിളിച്ച് അറിയിച്ചു. അദ്ദേഹം അക്കാര്യം അടുത്തു തന്നെ അദ്ദേഹത്തിൻ്റെ എക്സിനോട് പങ്കുവെക്കും എന്ന് പറഞ്ഞു.
ഇനിയാണ് നിങ്ങൾ ഞെട്ടാൻ പോകുന്നത്. ചില ദിവസങ്ങളിൽ വലിയ ഉൽക്കകൾ ഞങ്ങളുടെ സ്പേസ് സ്റ്റേഷൻ നേരെ പാഞ്ഞു വരുന്നത് ഞങ്ങൾ കണ്ടു ഭയന്ന് ഇരിക്കും. വേറെ വഴി ഒന്നും ഇല്ലാത്തത് കാരണം ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കും. അത്ഭുതമെന്ന് പറയട്ടെ, ചില ചെറിയ ഗോളാകൃതിയിൽ ഉള്ള വെളിച്ചങ്ങൾ നക്ഷത്രങ്ങളെപ്പോലെ തോന്നിക്കുന്ന പറന്നു വന്ന് ഉൽക്കകളെ എല്ലാം നശിപ്പിക്കും. കാണുമ്പോൾ ഞങ്ങൾക്ക് നക്ഷത്രങ്ങൾ വാരി എറിയുന്നത് പോലെ തോന്നും. അത് ഞങ്ങളെ അത്ഭുതപ്പെടുത്തി. അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണങ്ങൾ അടുത്ത് തന്നെ നാസ നടത്തും എന്ന് ഉറപ്പു തന്നു. അങ്ങനെ 8 മാസം കഴിഞ്ഞു. ഖുർആൻ മുഴുവൻ വായിച്ചു. എനിക്ക് തിരിച്ചു ഭൂമിയിൽ പോകാൻ സാധിക്കും എന്ന തോന്നൽ വന്നു തുടങ്ങി. ഒരു അസാധാരണമായ കോൺഫിഡൻസ് എന്നിൽ നിറയുന്നത് പോലെ തോന്നി. ഏപ്രിൽ മാസം ആയപ്പോൾ സൂര്യൻ അസ്തമിക്കാൻ ആവുമ്പോൾ മുകളിൽ നിന്ന് പറക്കുന്ന കുതിര പോലെയുള്ള ഒരു ജീവി ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത് പോലെ കണ്ടു. അത് ഭൂമിയുടെ അന്തരീക്ഷ മണ്ഡലത്തിൽ എത്തിയാൽ പിന്നെ കാണാൻ സാധിക്കുന്നില്ല. അത് എവിടെ നിന്നാണ് വരുന്നത് എന്ന് മനസ്സിലായില്ല. ഞാനും എൻ്റെ ബാരി വിൽമോറും കൂടി അതിനെ നിരീക്ഷിക്കാൻ തുടങ്ങി. അത് മുകളിലെ പ്രത്യേക ലെയറിൽ നിന്നുമാണ് ഇറങ്ങി വരുന്നത്. എനിക്ക് തോന്നുന്നത് ആകാശത്തിനും ഒന്നിൽ കൂടുതൽ തട്ടുകൾ ഉണ്ട് എന്ന് മനസ്സിലായി. ഈ പറക്കുന്ന കുതിരകൾ എന്തുകൊണ്ടാണ് ഇപ്പോഴും ഇല്ലാത്തത് എന്ന് ഞങ്ങൾക്ക് എത്ര ആലോചിച്ചിട്ടും. അപ്പോഴാണ് ചന്ദ്രക്കല കണ്ട കാര്യം ന്യൂയോർക്ക് ടൈംസിൽ കണ്ടതും മുസ്ലിമീങ്ങളുടെ നോമ്പ് തുടങ്ങിയത് മാർച്ച് 2 ആണ് എന്നും വാർത്ത കണ്ടത്. അന്ന് മുതലാണ് ഞങ്ങൾ ഈ പ്രതിഭാസം കണ്ടത്. പിന്നീടുള്ള ദിവസങ്ങളിൽ ഞങ്ങൾക്ക് മനസ്സിലായി ഭൂമിയിൽ നോമ്പ് മുറിക്കുന്ന സമയമാണ് അത് വരുന്നത് എന്ന്. എനിക്ക് തോന്നുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹവുമായി വരുന്ന മാലാഖമാർ ആണ് എന്നാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഖുർആൻ സത്യം ആണെന്നാണ്. ഇനി എൻ്റെ ഗവേഷണം ഖുർആനിലെ ശാസ്ത്രത്തെ കുറിച്ചായിരിക്കും. ഭ്രൂണശാസ്ത്രം, ആഴക്കടൽ ശാസ്ത്രം, ഗോളശാസ്ത്രം എല്ലാം എനിക്ക് പഠിക്കണം. ഖുർആനിൻ്റെ മാനുഷിക ശക്തി കണ്ടുപിടിക്കാൻ നാസയിൽ പുതിയ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. ട്രംപ് ഗവൺമെൻറ് അതിനു വേണ്ടി ഫണ്ട് അനുവദിക്കുമോ എന്ന ആശങ്കയും സുനിത പങ്കുവെച്ചു. BCC. എൻ്റെ പ്രിയമുള്ളവരെ, ഇതാണ് ആ ഒരു വാർത്ത. കേട്ടുകഴിഞ്ഞാൽ നമുക്ക് തോന്നും ഇത് സത്യമാണ്, ഒരുപാട് യാഥാർത്ഥ്യങ്ങളുണ്ട് എന്ന്. സത്യം പറഞ്ഞാൽ ഫേക്കായ ഒരു ന്യൂസാണ്. ഒരിക്കലും ഇങ്ങനെ ഒരു ചർച്ച, ഒരു വിവരണം ഒരിക്കലും അദ്ദേഹം ചാനലിനോ നമ്മുടെ രാജ്യത്തിനോ ഈ ലോകത്തിനോ സമർപ്പിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇത് ചില ഇസ്ലാമിനെ തകർക്കാനും ഇസ്ലാമിനെ കളിയാക്കാനും വേണ്ടി മാത്രം പടച്ചു വിട്ടതാണ്. ഇത് വായിച്ചു നോക്കുമ്പോൾ, ഇതിനെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അൽഹംദുലില്ലാ എന്നൊക്കെ പറഞ്ഞു തുടങ്ങുമ്പോൾ സത്യം പറഞ്ഞാൽ ഇത് ഒരു മുസ്ലിമായ ഒരാൾ ഉണ്ടാക്കിയതാണ്, അല്ലെങ്കിൽ ഇത് ഇസ്ലാമിനെ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരാൾ എഴുതിയതാണ് എന്നൊക്കെ തോന്നും. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ അവർ തന്നെ പുറത്തിറങ്ങി വരും. ഇതാ മുസ്ലിമീങ്ങൾ സുനിത വില്യംസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു, ഇസ്ലാമിലേക്ക് കൊണ്ടുവരുന്നു, ഇസ്ലാമിനെക്കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് അവരെ ഇതാ വീണ്ടും പല രൂപങ്ങളിലേക്ക് വൽക്കരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അവർ തന്നെ ഇന്ന് രംഗത്ത് വരും എന്ന് 100% ഉറപ്പാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ചില പോസ്റ്റുകൾ ചില ആളുകൾ എൻ്റെ പ്രിയമുള്ളവരെ ഉണ്ടാക്കിയിട്ടുള്ളത്. പല ആളുകളിലേക്കും ഈ പോസ്റ്റുകൾ എത്തിയിട്ടുണ്ടാകും, വായിച്ചിട്ടുണ്ടാകും. പക്ഷേ ഇതിൻ്റെ യാഥാർത്ഥ്യം അറിയണം നമ്മൾ. ഇത് പക്ക ഫേക്കായ ഒരു ന്യൂസാണ്, മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്യാൻ പാടില്ലാത്ത ഒരു ന്യൂസാണ് എന്ന് സ്വയം നമ്മൾ മനസ്സിലാക്കണം. എൻ്റെ പ്രിയമുള്ളവരെ, ഇത് സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാനും ഒരു മറ്റുള്ള മതസ്ഥിൽപ്പെട്ട ഒരാളെ കണ്ടോ, അതിൽ പറയുന്നുണ്ട് ബൈബിൾ എടുത്ത് വായിച്ചു നോക്കി, പക്ഷേ അത് കുറേ വായിച്ചത് കൊണ്ട് വെറുപ്പ് തോന്നിയതുകൊണ്ട് കൊണ്ട് ഖുർആൻ എടുത്ത് വായിക്കാൻ തുടങ്ങി എന്നൊക്കെ. അതിൽ നിന്ന് തന്നെ എൻ്റെ പ്രിയമുള്ളവരെ നമുക്ക് മനസ്സിലാകുന്നല്ലേ മറ്റുള്ള മതത്തെ എങ്ങനെയൊക്കെയാണ് അതിൽ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്നുണ്ട് എന്നൊക്കെ. ഒരിക്കലും പരിശുദ്ധമായ ഇസ്ലാം അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരാൾക്ക് എൻ്റെ പ്രിയമുള്ളവരെ അങ്ങനെ ചെയ്യാനോ എഴുതാനോ കഴിയില്ല. അങ്ങനത്തെ ഒരു വാക്ക് സെലിബ്രിറ്റി പുറത്ത് കൊടുത്തിട്ടില്ല, അങ്ങനത്തെ ഒരു വാർത്ത കൊടുത്തിട്ടില്ല. പിന്നീട് ഇങ്ങനത്തെ വാക്കുകൾ എഴുതണമെങ്കിൽ, പറയാത്ത ഇത്രയും മോശപ്പെട്ട വാക്കുകൾ എഴുതണമെങ്കിൽ ഇസ്ലാമായി ജീവിച്ച ഒരാൾക്ക്, മുസ്ലിം എന്ന് പറയുന്ന ഒരാൾക്ക്, ഈമാനുള്ള ഒരാൾക്ക് ഒരിക്കലും അതിന് സാധ്യമല്ല എന്നതാണ് എൻ്റെ പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ദീനിൽ അടിയുറച്ച് ജീവിക്കാൻ അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. ഇതുപോലെയുള്ള ഒരുപാട് കുതന്ത്രങ്ങൾ ഇനിയും നമ്മുടെ സമൂഹത്തിൽ വരും, ഇനിയും നമ്മൾ കാണേണ്ടി വരും. അല്ലാഹു തആല ഇതിൽ നിന്നെല്ലാം അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. എല്ലാവിധ ആഫത്ത് മുസീബത്തുകളിൽ നിന്ന് അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. പരിശുദ്ധ ദീനിനെ കളിയാക്കുന്ന രൂപത്തിലുള്ള ഒരു പ്രവർത്തനമോ
ഒരു ചിത്രമോ ഒരു ചിന്തയോ നമ്മുടെ ഹൃദയത്തിലും ശരീരത്തിലും മനസ്സിലും അല്ലാഹു തആല തരാതിരിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.